മോർണിംഗ്. നമ്മൾ ഡിറ്റർമിനൻസിന്റെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിറ്റർമിനൻസിന്റെ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് വളരെ പ്രധാനപ്പെട്ട ഏകദേശം 10 പ്രോബ്ലങ്ങൾ നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളായി ചർച്ച ചെയ്തു. അതിൽ ഇനി 1-2 പ്രോബ്ലം കൂടി ഉണ്ട്. അപ്പോൾ അതുകൂടെ കഴിയുമ്പോൾ ആ സെക്ഷൻ അവസാനിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ആദ്യ പ്രോബ്ലം ഒന്ന് കുറിച്ചോളൂ കുഞ്ഞുങ്ങളെ. ആദ്യ പ്രോബ്ലം പ്രൂവ് ദാറ്റ് ഡിറ്റർമിനന്റ് x plus y plus 2z അടുത്ത തൊട്ട് താഴെ z സെക്കൻഡ് കോളം ഈ കോളമാണ് കുഞ്ഞുങ്ങളെ x തൊട്ട് താഴെ y plus z plus 2x തൊട്ട് താഴെ വീണ്ടും x തേർഡ് കോളം y അടുത്ത z plus x plus 2y ഇതാണ് പ്രോബ്ലം. സോറി കഴിഞ്ഞില്ല. is equal to 2 into x plus y plus z the whole cube. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പഴയ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നമ്മൾ ചെക്ക് ചെയ്താണെങ്കിൽ നെറ്റിൽ കിട്ടും. പഴയ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചെക്ക് ചെയ്താൽ ഒരുപാട് തവണ ഈ പ്രോബ്ലം ചോദിച്ചിട്ട് കാണാൻ കഴിയും. ഇനി ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇനി നിങ്ങൾക്ക് എക്സ്പീരിയൻസിന് വേണ്ടി നിങ്ങളൊന്ന് കുറിച്ചോളൂ. സെക്കൻഡ് പ്രോബ്ലം ആയിട്ട് പ്രൂവ് ദാറ്റ് ഡിറ്റർമിനന്റ് സിമ്പിൾ a plus b plus 2c തൊട്ട് താഴെ c സെക്കൻഡ് കോളം a തൊട്ട് താഴെ b plus c plus 2a തേർഡ് കോളം b c plus a plus 2b equal to 2 into a plus b plus c the whole cube. അതാണ് പ്രോബ്ലം. ഓക്കെ, നമ്മൾ ഒന്നുകൂടി കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് അയവിറക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പ്രോബ്ലം കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ചിന്തിച്ച് എങ്ങനെയാണ് ഏതെങ്കിലും റോയോ കോളമോ ആദ്യം 1 ആക്കുക. 1 ആക്കാതെ 1 ഇല്ലെങ്കിൽ പിന്നെ 1 ആക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഏതെങ്കിലും റോയോ കോളമോ ഒരേപോലെ ആവണം അല്ലേ. ഒരേപോലെ ആയി 1 ആയി അത് കോമൺ എടുക്കുമ്പോൾ 1 ആവും. 1 ആയതിനു ശേഷം പിന്നെ അതിനെ മാക്സിമം 0 ആക്കുക. മാക്സിമം 0 ആക്കിയിട്ട് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുന്ന ഫാക്ടറൈസ് കോമൺ എടുത്തതിന് ശേഷം എക്സ്പാൻഡ് ചെയ്യും. ഇതാണ് ഇങ്ങനെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഇങ്ങനെ തുടർന്ന് അവലംബിച്ച് വന്ന ഒരു പ്രൊസീജിയർ. അത് തന്നെയാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഏതെങ്കിലും റോയോ കോളമോ 1 ആക്കുക. നമ്മൾ ഇങ്ങനെ കൂട്ടിയാൽ റോ വെച്ചാൽ കൂട്ടാം. ഇങ്ങനെ കൂട്ടുമ്പോൾ x plus y plus ഈ 2z ഉണ്ട് z കൂടെ 4z ആണ്. ഇതിങ്ങനെ കൂട്ടുമ്പോൾ y plus z ഈ 2x കൂടെ x കൂട്ടുമ്പോൾ 4x ആണ്. പെൻഡലി ഡിഫറൻ്റ് ആണ്. ഈ റോ ഒരേപോലെ വരത്തില്ല. അപ്പോൾ അങ്ങനെ ചിന്തിച്ചിട്ട് കഥയില്ല. നമുക്കത് ഇങ്ങനെ ചിന്തിച്ചു. നമ്മൾ പല രീതി ചിന്തിക്കാം. അപ്പോൾ ആദ്യം ഇങ്ങനെ ചിന്തിച്ചു, അതിന് രക്ഷയില്ല. ഇങ്ങനെ ചിന്തിച്ചു. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ഇതിന് പകരം ഇതിൻ്റെ കൂടെ ഇത് കൂട്ടും. അപ്പോൾ x കൂടി 2x, y കൂടി 2y പ്ലസ് 2z. ഇതിൻ്റെ കൂടെ ഇതും കൂട്ടുമ്പോൾ z കൂടി 2z, y കൂടി 2y 2x എന്നാണ്. ഒരേപോലെ വരും. അപ്പോൾ ഞാൻ ചെയ്യുന്നത്രേ ഉള്ളൂ. ഫസ്റ്റ് കോളത്തിന് പകരം ഞാൻ ചെയ്യുന്നത് c1 implies c1 plus c2 plus c3. കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ ഞാൻ പറഞ്ഞാണ് ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ കോളാണ്. അപ്പോഴിവിടെ കൂട്ടാനുള്ളവർ കൂട്ടി വയ്ക്കണം. ഇതും കൂട്ടി വയ്ക്കുക. അപ്പോൾ കൂട്ടാൻ 2x plus 2y plus 2z. ഇതിൻ്റെ കൂടെ ഇതും കൂട്ടപ്പോൾ അതുപോലെ തന്നെ വരും. 2z plus 2y plus 2x ആണ്. നമുക്ക് ഇങ്ങനെ എഴുതാം 2x plus 2y plus 2z. ഇതിൻ്റെ കൂടെ ഇതും കൂട്ടപ്പോൾ അതിനാണ് 2x plus 2y plus 2z. സെക്കൻഡ് കോളത്തിന് ചേഞ്ച് ഒന്നുമില്ല. x y plus z plus 2x x. തേർഡ് കോളം y z plus x plus 2. സംശയമുള്ളവർ ഇതിൻ്റെ കൂടെ ഇതും കൂട്ടി സെപ്പറേറ്റ് നോക്കാം. ഇതിൻ്റെ കൂടെ ഇതും കൂട്ടി സെപ്പറേറ്റ് നോക്കാം. ഇതിൻ്റെ കൂടെ ഇതും കൂട്ടി സെപ്പറേറ്റ് നോക്കാം. ഇതിൻ്റെ കൂടെ ഇതും കൂട്ടിയാണ് ഇവിടെ വയ്ക്കുന്നത്. ഇതിൻ്റെ കൂടെ ഇതും കൂട്ടിയാണ് ഇവിടെ വയ്ക്കുന്നത്. ഇതിൻ്റെ കൂടെ ഇതും കൂട്ടിയാണ്. സെക്കൻഡ് കോളത്തും തേർഡ് കോളത്തും യാതൊരു ചേഞ്ചില്ല. ഇനിയൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ ഫസ്റ്റ് കോളത്തിൽ 2x plus 2y plus 2z. ഫസ്റ്റ് കോളം ഒരേ പോലെ. അപ്പോൾ അതിന് ഇതിൽ പോകണം. അപ്പോൾ എഴുതിക്കൊള്ളു ടേക്കിംഗ് 2x plus 2y plus 2z taking 2x plus 2y plus 2z from
C1 from C1 അപ്പോൾ C1 അത് നമ്മൾ ഇനി കോമൺ എടുക്കുമ്പോൾ സംഭവിക്കുമ്പോൾ നിങ്ങളെ 2x plus 2y plus 2z into ഫസ്റ്റ് കോളത്തിലെല്ലാം 1 സെക്കൻഡ് കോളം x y plus z plus 2x x തേർഡ് കോളം y z plus x plus 2y. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നത് ഇങ്ങനെ 1 ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട, അതിനെ മാക്സിമം സീറോസ് ആക്കുക. മാക്സിമം സീറോസ് ആക്കുക എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കോളത്തിലെ എലമെന്റുകളെ സീറോ ആക്കുക. കോളത്തിലെ എലമെന്റുകളെ സീറോ ആക്കാൻ ശ്രമിക്കുമ്പോൾ റോ ഓപ്പറേഷൻ, കാരണം ഇതാണ് ഫസ്റ്റ് കോളം, ഇതിനെ നമുക്ക് സീറോ ആക്കണം. ഇതിന് സീറോ ആക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിന് ഇത് കുറയ്ക്കുക. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ റോ ആണ് പറഞ്ഞ മനസ്സിലായി. ഇങ്ങനെ 1 ആയിരുന്നു ഇത് സീറോ ആക്കാൻ ഇതിന് ഇത് കുറയ്ക്കുമ്പോൾ കോളം. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇതിന് ഇത് കുറയ്ക്കാനുള്ള സീറോ വരും. അപ്പോൾ ഇതിന് ഇത് കുറയ്ക്കും, ഇതിന് കുറയ്ക്കും, ഇനി ഇതിന് ഇത് കുറയ്ക്കും, ഇതിന് ഇത് കുറയ്ക്കും, ഇതിന് ശരിയല്ലേ. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇവിടെയാണ് സീറോ ആക്കുന്നത്. അപ്പം അത് R2 ആണ്. അപ്പോൾ R2 എലമെന്റ് R2 ഇംപ്ലൈസ് R2 മൈനസ് R1 ആൻഡ് ഇത് R3 എലമെന്റ് ആണ്. അപ്പോൾ നമ്മൾ പറയാം R3 ഇംപ്ലൈസ് R3 മൈനസ് R1. ഇനി ഇവിടെ നോക്കണേ 2x plus 2y plus 2z 2 കോമൺ എടുക്കുക. 2 into x plus y plus z അങ്ങനെ ഡിറ്റർമിനന്റ് ഫസ്റ്റ് റോയ്ക്ക് യാതൊരു ചേഞ്ചും ഇല്ല, അത് അതുപോലെ തന്നെ ഫസ്റ്റ് റോ. സെക്കൻഡ് റോയ്ക്ക് ഇതിൽ നിന്ന് കുറച്ചു, അപ്പോൾ 0. ഇനി ഇതിൽ നിന്നാണ് കുറയ്ക്കുന്നത്. അപ്പോൾ y plus z plus 10x ന് x കുറച്ചു, 2x ന് x ഉം x വരും. അപ്പോൾ y plus z plus x എന്ന് പറഞ്ഞാൽ x plus y plus z. ഇനി ഇതിൽ നിന്ന് കുറച്ചു 0, ഇതിൽ നിന്ന് കുറച്ച് 0 കണ്ട, ഇതിൽ നിന്ന് കുറച്ച് 0, ഇതിൽ നിന്ന് കുറയ്ക്കുമ്പോൾ z plus x plus 2y y ആണ് വരും. അപ്പോൾ ഒരു y പോകുമ്പോൾ z plus x plus y that means x plus y plus z. സംശയമുള്ള കൂടി പോകണം കുറച്ച് പോകണം. ഇനി നമ്മൾ ഫസ്റ്റ് കോളത്തിൽ മാക്സിമം 0 ആയി. ഫസ്റ്റ് കോളം വെച്ച് എക്സ്പാൻഡ് ചെയ്യാം. ഫസ്റ്റ് കോളം വെച്ച് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഈ എലമെന്റ് മാത്രം എടുത്താൽ മതി. ഫസ്റ്റും തേർഡും വെച്ച് കോളമായാലും റോ ആയാലും നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ആദ്യം പോസിറ്റീവ്, പിന്നെ നെഗറ്റീവ്, പിന്നെ പോസിറ്റീവ്. അപ്പോൾ ഈ എലമെന്റ് എടുക്കുമ്പോൾ ഈ റോയും ഈ കോളവും ബാലൻസ് കിട്ടും. അപ്പം ഞാൻ ഇതൊന്നും ഇത്രയും കഴിഞ്ഞ ശേഷം അടുത്ത സ്റ്റെപ്പ് പറയപ്പെടുന്നതായിരിക്കും. പെട്ടെന്ന് എഴുതിക്കോളൂ. അടുത്ത എക്സ്പാൻഷൻ along first column. Expansion along first column. First column വെച്ച് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എക്സ്പാൻഷൻ along first column വെച്ച് എക്സ്പാൻഡ് ചെയ്യണം. ഫസ്റ്റ് കോളം വെച്ച് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് 2 into x plus y plus z into 1 into ഈ 1 ലൈസ് ഈ റോയും ഈ കോളവും ബാക്കി x plus y plus z 0 x plus y plus z. ഇനി വേറെ ഒന്നും ചിന്തിക്കേണ്ട, എക്സ്പാൻഡ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെ മൈനസ് ഇങ്ങനെ മൾട്ടിപ്ലൈ ആകുമ്പോൾ ഇതിൻ്റെ ഒരു സാധനമല്ലേ. അപ്പോൾ x plus y plus z into x plus y plus z x plus y plus z ഹോൾ സ്ക്വയർ മൈനസ് 0 ഇതിൻ്റെ ആവശ്യമില്ല. 2 into x plus y plus z into x plus y plus z the whole square. X plus y plus z into x plus y plus z the whole square. അപ്പോൾ എഴുതാം 2 into x plus y plus z the whole cube. വളരെ ഇമ്പോർട്ടൻ്റ് പ്രോബ്ലമാണ്, നല്ല പ്രോബ്ലം കുറിച്ചോളൂ. അടുത്ത രണ്ട് പ്രോബ്ലം കുറിച്ചോളൂ. Show that first row x plus 4 first row x plus 4 2x x plus 4 2x determined x plus 4
2x, 2x. Second row 2x, 2x. Second row 2x, x plus 4, 2x. Third row 2x, 2x, x plus 4 equal to 5x plus 4 equal to 5x plus 4 into 4 minus x, 4 minus x the whole square, 4 minus x the whole square. The last problem. ഈ പ്രോബ്ലം ഞാൻ ചെയ്യും. ഇതുപോലൊരു സെക്കൻഡ് പ്രോബ്ലം ഉണ്ട്, നിങ്ങൾ ചെയ്യണം. സെക്കൻഡ് പ്രോബ്ലം എഴുതിക്കോളൂ. ഷോ ദാറ്റ് അഡിറ്റീവ് സിമ്പിൾ, അഡിറ്റീവ് സിമ്പിൾ സെക്കൻഡ് പ്രോബ്ലം ആണ്. ഇതുപോലെ തന്നെയാണ്. y plus k, y plus k, y plus k equal to 3y plus k into 3y plus k into k square 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 3y plus k into k square. ഇത് ഞാൻ ചെയ്യും. അതുപോലെ തന്നെയാണ് ഇത് നിങ്ങൾ ചെയ്യുന്നത് എങ്ങനെയാണോ അതേ സ്റ്റൈലിൽ നിങ്ങൾ ചെയ്താൽ മതി. ആൻസർ. അപ്പോൾ ശരി, ഞാൻ ചെയ്യാൻ പോകണം. നോക്കിയിരിക്കുക. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഏതെങ്കിലും റോ കോളമോ ഒരേ വരാം അല്ലേ. ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ കൂട്ടിയാലും ഒരു വരും. ഇങ്ങനെ കൂട്ടി നോക്കുമ്പോൾ എക്സിനോട് 2x കൂട്ടുമ്പോൾ 5x plus 4 5x plus 4 വരും. ഇതിനോട് ഇതൊന്നും കൂട്ടുമ്പോൾ 5x plus 4 ഇങ്ങനെ കൂട്ടിയാൽ അത് കിട്ടും. നമുക്ക് ഇങ്ങനെ കൂട്ടി വയ്ക്കാം. അപ്പോൾ C1 implies C1 plus C2 plus C3. അപ്പോൾ ഇതിന്റെ കൂടെ ഇതൊന്നും കൂട്ടി വയ്ക്കുമ്പോൾ 5x plus 4, ഇതിന്റെ കൂടെ ഇതൊന്നും കൂട്ടുമ്പോൾ 5x plus 4, ഇതിന്റെ കൂടെ ഇതൊന്നും കൂട്ടുമ്പോൾ 5x plus 4. സെക്കൻഡ് കോളത്തിൽ ചേഞ്ച് ഇല്ല, 2x, x plus 4, 2x. തേർഡ് കോളത്തിലും ചേഞ്ച് ഇല്ല, 2x, x plus 4. ഇനി നമുക്ക് ഫസ്റ്റ് കോളത്തിൽ കോമൺ ആയിട്ട് 5x plus 4 എത്രയും പെട്ടെന്ന് എഴുതുക പറയാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ ഫസ്റ്റ് കോളത്തിൽ നിന്ന് 5x plus 4 പുറത്തെടുക്കുക. where you are taking 5x plus 4 from C1. 5x plus 4 ഞാൻ എടുത്താൽ പിന്നെ സംഭവിക്കും. determine ഫസ്റ്റ് കോളം 1 1 1, സെക്കൻഡ് കോളം 2x, x plus 4, 2x, തേർഡ് കോളം 2x, x plus 4. പിന്നെ ബാലൻസ് ഇനി വേറെ നമ്മളൊന്ന് ചിന്തിക്കാനില്ല. ഫസ്റ്റ് കോളത്തിലെല്ലാം 1 1 ആണ്. നേരത്തെ ഇതുപോലെ തന്നെയാണ്. ഫസ്റ്റ് കോളത്തിൽ മാക്സിമം 0 ആണ്. അപ്പോൾ ഇതിനെ 0 ആക്കാൻ ഇനി എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറവാണ്. ഇതിനെ 0 ആക്കാൻ ഇനി എന്ന് പറയും. അപ്പോൾ ഞാൻ നേരത്തെ എഴുതിയതുപോലെ തന്നെ R2 implies R2 minus R1 and R3 implies R3 minus R1. ഉത്തരം 5x plus 4 into determinant. ഫസ്റ്റ് റോയ്ക്ക് യാതൊരു ചേഞ്ചും ഇല്ല, സെക്കൻഡ് റോയ്ക്ക് ചേഞ്ച് ഉണ്ട്. ഇതിൽ നിന്ന് കുറച്ചു അപ്പോൾ 0. x plus 4 2x കുറച്ചു. x plus 4 minus 2x. 4x ന്ന് 2x ഒക്കെ മൈനസ് x. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് കുറയ്ക്കുമ്പോൾ 4 minus x, ഇതിൽ നിന്ന് കുറയ്ക്കുമ്പോൾ 0, ഇതിൽ നിന്ന് കുറയ്ക്കുമ്പോൾ 0, ഇതിൽ നിന്ന് കുറയ്ക്കുമ്പോൾ 0, ഇതിൽ നിന്ന് കുറയ്ക്കുമ്പോൾ 4 minus x. ഇനി ഫാക്ടറൈസ് ചെയ്യാനോ കോമൺ എടുക്കാനൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കാം. അപ്പോൾ ചോദിക്കും ഇതിൽ നിന്ന് 4 minus x 0 എടുത്തോളൂ, എടുക്കുമ്പോൾ ഇവിടെ 0 1 0 0 0 1 എക്സ്പാൻഡ് ചെയ്യാം. തെറ്റൊന്നുമില്ല. അല്ലാതെ ഡയറക്റ്റ് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. ഫസ്റ്റ് കോളം വെച്ച് എക്സ്പാൻഡ് ചെയ്യാം. ഫസ്റ്റ് കോളം വെച്ച് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കുറച്ച് കൊടുക്കും, പറയാം കുറച്ച് കൊടുക്കും.
കഴിഞ്ഞ കാലത്ത് ചെയ്തതുപോലെ നമുക്ക് എഴുതാം എക്സ്പാൻഷൻ എലോങ് ഫസ്റ്റ് കോളം. കാര്യം മാക്സിമം സീറോസ് കണ്ടെയ്ൻ ചെയ്യുന്ന ഫസ്റ്റ് കോളത്തിലാണ്. അപ്പോൾ ചോദിക്കും തേർഡ് റോയിലും സീറോസ്, തേർഡ് റോ വെച്ച് എക്സ്പാൻഡ് ചെയ്യും. നമുക്ക് ഫസ്റ്റ് കോളം വെച്ച് എക്സ്പാൻഡ് ചെയ്യും. എക്സ്പാൻഷൻ എലോങ് ഫസ്റ്റ് കോളം, എക്സ്പാൻഷൻ എലോങ് ഫസ്റ്റ് കോളം. ഫസ്റ്റ് കോളം വെച്ച് എക്സ്പാൻഡ് ചെയ്യുന്നത് സംഭവിക്കുന്നത് നമുക്ക് 5x + 4 into ഈ ഫസ്റ്റ് എലമെന്റ് ഉണ്ട്. അപ്പോൾ ഈ റോയിൽ ഈ കോളം പോയി ബാലൻസ് 4 - x 0 0 4 - x. ഇനി വേറെ ഒന്നും ചിന്തിക്കാനില്ല, ഇങ്ങനെ മൈനസ് ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ 4 - x × 4 - x 4 - x ഹോൾ സ്ക്വയർ ഉണ്ട് -0. അപ്പോൾ 4 - x ഹോൾ സ്ക്വയർ 5x + 4 into 4 - x ഹോൾ സ്ക്വയർ. രണ്ടാമത്തെ പ്രോബ്ലം ഇതുപോലെ നിങ്ങൾ ചെയ്തോളൂ കേട്ടോ. ഈ സെക്ഷൻ ലാസ്റ്റ് പ്രോബ്ലം, section last problem. This section last problem. കുറച്ച് വെറൈറ്റി ആയ പ്രോബ്ലമാണ്. അതുകൊണ്ടാണ് ആ പ്രോബ്ലം ഞാൻ ലാസ്റ്റ് പറഞ്ഞത്. ശരിക്കും നമ്മുടെ എക്സസൈസിൽ ആദ്യം കിടക്കണം പ്രോബ്ലം. ശരി, പ്രോബ്ലം പറയാം. പ്രോബ്ലം പറയാം. And you will show that determinant b plus c q plus r, b plus c q plus r, y plus z, y plus z, y plus z. Second row c plus a, c plus a, r plus p, z plus x. Third, a plus b, p plus q, x plus 1 equal to 2 into determinant apx bqy crz. ഈ പ്രോബ്ലം നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന്, പ്രോപ്പർട്ടിയിൽ പറയുന്നൊരു മറ്റൊരു നമ്മുടെ ഡിറ്റർമിനന്റ് പ്രോപ്പർട്ടി പറയുന്നത് ഏതെങ്കിലും കോളമോ അല്ലെങ്കിൽ റോയോ രണ്ടോ രണ്ടിൽ കൂടുതലോ ടേംസിന് സമാണെങ്കിൽ രണ്ടോ രണ്ടിൽ കൂടുതലോ ഡിറ്റർമിനന്റുകൾ സമായിട്ടില്ല. ഉദാഹരണത്തിന് a plus b q r c plus d p x c plus m എന്നിരിക്കും. ഇത് ഫസ്റ്റ് കോളം രണ്ട് ടേമിന് സമാണ്. പിന്നെ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് വെച്ചാൽ ഇങ്ങനെ എഴുതാം. a q r c p x c m n plus b q r d p x m n. ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് ടേമിന്റെ സമല്ല ഫസ്റ്റ് കോളം. അപ്പോൾ നമുക്ക് രണ്ട് ഡിറ്റർമിനന്റ് സം കിട്ടും. ബാക്കിയുള്ളത് ഇങ്ങനെ എഴുതാമെന്ന് പറയാം. പക്ഷെ നമുക്ക് ഇങ്ങനെയും ചെയ്യാം. പക്ഷെ അതിനേക്കാൾ നമുക്ക് എളുപ്പം അതല്ല. കുറച്ചുകൂടി ഇങ്ങനെ എഴുതി പേപ്പർ നാലും നമുക്ക് അതിനേക്കാൾ നല്ലതാണ്. കുറേ കൺഫ്യൂഷൻ ഉണ്ടായിട്ടില്ല. അങ്ങനെ എഴുതി വരുമ്പോൾ അങ്ങനെ സ്പ്ലിറ്റ് നമ്മൾ എഴുതി വരുമ്പോൾ അവസാനം എഴുതി വരുമ്പോൾ ഏതെങ്കിലും റോയോ കോളമോ ഏതെങ്കിലും രണ്ട് റോകൾ അല്ലെങ്കിൽ രണ്ട് കോളം ഐഡന്റിക്കൽ വരുന്നതിന് സുഖമായിട്ട് പോകും. അത് നമ്മൾ പ്രോപ്പർട്ടി പഠിച്ചാൽ ഒരേപോലെ വന്നാൽ അല്ലെങ്കിൽ രണ്ട് റോ R1 R2 ഒരേപോലെ വരും. അങ്ങനെ വന്നാൽ അത് ആ ഡിറ്റർമിനന്റ് വാല്യൂ 0. അങ്ങനെ 0 ആയി അവസാനം ഇതുപോലെ APX BQY CR Z ഇതുപോലത്തെ രണ്ട് ഡിറ്റർമിനന്റ് വരും. രണ്ട് ഡിറ്റർമിനന്റ് ആകുമ്പോൾ രണ്ടേ അങ്ങനെ ചിന്തിക്കാം. പക്ഷെ അതിനേക്കാൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിച്ചിരിക്കുക. ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതുപോലെ ഈ ഞാൻ പഠിപ്പിക്കുന്നതൊക്കെ തന്നെ എഴുതി പഠിച്ചോളാം. ഈ പ്രോബ്ലം ചോദിച്ചാൽ ഇതുപോലെ ചോദിക്കുന്ന മാറ്റമില്ല. ഇനി അതിന് മാറ്റങ്ങൾ ചെയ്യാനൊന്നുമില്ല. ഇതുപോലെ ഒന്ന് ചോദിക്കും. ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത്രയേ ഉള്ളൂ. ആദ്യം R1 പകരം ഞാൻ എഴുതുന്നു R1 കൂടെ R2 R3 കൂടും. ഈ ഒരു ഓർഡറിൽ പഠിച്ചിരിക്കുക. ഞാൻ R1 പകരം എന്ത് ചെയ്യുന്നു? R1 കൂടെ R2 R3 കൂട്ടും. R1 കൂടെ R2 R3 കൂട്ടുക എന്ന് പറയാം. ഇതാണ് R1, ഇത് R2, ഇത് R3.
ഇതിൻ്റെ കൂടെ ഇതും കൂട്ടുന്ന പറഞ്ഞാൽ ഇങ്ങനെ കൂട്ടി. അങ്ങനെ കൂട്ടുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഇതിൻ്റെ കൂടെ ഇതും കൂട്ടുമ്പോൾ താഴെ 2c വരും. ഇതിൻ്റെ കൂടെ ഇത് പ്ലസ് കാണും. അപ്പോൾ 2a വരും, 2b വരും. അപ്പോൾ 2a പ്ലസ് 2b പ്ലസ് 2c. അതുപോലെ ഇതിനോട് ഇതൊന്നും കൂട്ടുമ്പോൾ 2q വരും, 2r വരും, 2p വരും. അപ്പോൾ 2p പ്ലസ് 2q പ്ലസ് 2r. ഇതിൻ്റെ കൂടെ ഇതൊന്നും കൂട്ടുമ്പോഴും 2y വരും, 2z വരും, 2x വരും. 2x പ്ലസ് 2y പ്ലസ് 2z. അടുത്തത് ചേഞ്ച് ഒന്നുമില്ല. c പ്ലസ് എ, r പ്ലസ് b, z പ്ലസ് x, a പ്ലസ് b, b പ്ലസ് q, x പ്ലസ് 1. കുറച്ചോളൂ. x പ്ലസ് കുറച്ചോളൂ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് റോയിൽ കോമൺ ആയിട്ട് എടുക്കാനൊന്നുമില്ല. എടുക്കാൻ പറ്റുന്ന സാധനമുണ്ട്. ഇതിന്നൊരു 2 എടുക്കാം, ഇതിന്നൊരു 2 എടുക്കാം, ഇതിന്നൊരു 2 എടുക്കാം. വേണമെങ്കിൽ ആ സ്റ്റെപ്പ് ഒന്നും എഴുതിയതിനു ശേഷം 2 പറഞ്ഞു. 2 ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി, 2 ഇൻറ്റു പി പ്ലസ് ക്യൂ പ്ലസ് ആർ, 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ്. സെക്കൻഡ് റോ ചേഞ്ച് ഇല്ല. സി പ്ലസ് എ, ആർ പ്ലസ് ബി, ഇസഡ് പ്ലസ് എക്സ്. തേർഡ് റോ എ പ്ലസ് ബി, പി പ്ലസ് ക്യൂ, എക്സ് പ്ലസ് വൈ. ഇനി നോക്കുക, ഫസ്റ്റ് റോയിൽ എന്തുണ്ടെന്ന് വെച്ചാൽ ഒരു 2 കൊണ്ട് പോകാൻ. ഫസ്റ്റ് റോയിൽ എന്തുണ്ട്? ഒരു 2 കൊണ്ട് പോകാൻ. ആ 2 കോമൺ എടുക്കാം. ഫസ്റ്റ് റോയിൽ 2 കോമൺ എടുത്താൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ 2 ഇൻറ്റു, അപ്പോൾ എല്ലാവരും ഒന്ന് എഴുതാം, ടേക്കിംഗ് 2 ഫ്രം ഫസ്റ്റ് റോ അല്ലെങ്കിൽ ആ റോ. അപ്പോൾ 2 ഇൻറ്റു ഡിറ്റർമിനന്റ് എ പ്ലസ് ബി പ്ലസ് സി, പി പ്ലസ് ക്യൂ പ്ലസ് ആർ, എക്സ് പ്ലസ് വൈ പ്ലസ്. സെക്കൻഡ് റോയ്ക്ക് ചേഞ്ച് ഇല്ല. സി പ്ലസ് എ, അടുത്ത ആർ പ്ലസ് പി, അടുത്ത ഇസഡ് പ്ലസ് എക്സ്. തേർഡ് റോ എ പ്ലസ് ബി, പി പ്ലസ് ക്യൂ, എക്സ് പ്ലസ് വൈ. കണ്ടോ? ഇനി ചെയ്യാൻ പോകുന്നത് ഇത് R2 ആണ്, ഇത് R3 ആണ്. കണ്ടല്ലോ, ഞാൻ ഇതിൽ നിന്ന് ഇത് കുറയ്ക്കാം. ഇതിൽ നിന്നാണ് ഇത് കുറയ്ക്കുന്നത്. ഇതിൽ നിന്ന് കുറയ്ക്കുമ്പോൾ ഇതിൽ നിന്ന് കുറയ്ക്കും, ഇതിൽ നിന്ന് കുറയ്ക്കും. അപ്പം ഞാൻ എഴുതത്രേ ഉള്ളൂ. R2 implies R2 minus R1 and ഇനി ഇതിനെ ഇത് പറയും R3 implies R3 minus R1. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ നോക്കിയില്ലേ, സംഭവിക്കുന്നു വെച്ചാൽ കാരണം R2 ഇതാണ് R2, അതിൽ നിന്ന് R1 പറയും. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ഇത്, ഇതിന് കറസ്പോണ്ടിങ് ഇത്, ഇതിന് കറസ്പോണ്ടിങ് ഇത്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇതിൽ നിന്നാണ് പറയുന്നത്. അപ്പോൾ നോക്കുക, സി പ്ലസ് എയിൽ നിന്നും ഞാൻ എ പ്ലസ് ബി പ്ലസ് സി പറയും. ഒരു സ്മാൾ ബ്രാക്കറ്റ് കൊടുത്തോളൂ. അപ്പോൾ സി പ്ലസ് എ മൈനസ് ബി മൈനസ് സി, അപ്പോൾ മൈനസ് ബി വരും. ഇതിൽ എ കോമൺ ഉണ്ട്, സി വരും. അപ്പം എയും സിയും പോകും. എയും സിയും പോയിട്ട് ഇതിൽ നിന്നാണ് വരയ്ക്കുന്നത്. അപ്പം സിയും എയും പോകും. സിയും എയും പോയിട്ട് ബാക്കി എന്തെങ്കിലും മൈനസ് ബി വരും. ഇതിൽ നിന്ന് വരയ്ക്കുമ്പോൾ ആറും ബിയും പോകും, ബാക്കി മൈനസ് ബി വരും. ഇതിൽ നിന്ന് വരയ്ക്കുമ്പോൾ എക്സും ഇസഡും പോയിട്ട് മൈനസ് ബി വരും. അതുപോലെ ഞാൻ ചെയ്യുന്നത്രേ ഉള്ളൂ. നോക്കിയിരിക്കാം. ഇപ്പോൾ ഡിറ്റർമിനന്റ് 2 ഇൻറ്റു ഡിറ്റർമിനന്റ് ഫസ്റ്റ് റോയ്ക്ക് യാതൊരു ചേഞ്ചും ഇല്ല. എ പ്ലസ് ബി പ്ലസ് സി, പി പ്ലസ് ക്യൂ പ്ലസ് ആർ, എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ്. സെക്കൻഡ് റോയ്ക്ക് ഇതിൽ നിന്ന് വരയ്ക്കുമ്പോൾ ഈ സി പ്ലസ് എന്ന് എ പ്ലസ് ബി പ്ലസ് സി വരയ്ക്കുമ്പോൾ എയും ക്യാൻസലായി സിയും ക്യാൻസലായിട്ട് മൈനസ് ബി. ഇതിൽ നിന്ന് വരയ്ക്കുമ്പോൾ ആറും ക്യാൻസലാവും, പിയും ക്യാൻസലായിട്ട് മൈനസ് ക്യൂ. ഇതിൽ നിന്ന് കുറയ്ക്കുമ്പോൾ എക്സ് ക്യാൻസൽ, ഇസഡ് ക്യാൻസൽ, ബാക്കി മൈനസ് വൈ. സെയിം സ്റ്റൈലിൽ R3 നാലെന്ന് പറയുന്നത്. ഇതിൽ നിന്ന് പറയുമ്പോൾ എ ക്യാൻസൽ, ബി ക്യാൻസൽ. ഇപ്പോൾ പിന്നെ മൈനസ് സി, മൈനസ് ആർ, മൈനസ് എഡ്. ഇത്രയും. അപ്പോൾ പലരും ചിന്തിക്കും, ബുദ്ധിയും അതിബുദ്ധിയൊക്കെ വെച്ച് ചിന്തിക്കും,
ഒരു നെഗറ്റീവ് നമ്മൾ എടുത്തോളൂ, കുഴപ്പമില്ല. ഇവിടെ നിന്ന് നെഗറ്റീവ് എടുക്കുക. അല്ലാതെ പിന്നെ ഞാൻ പിന്നീട് അടുത്തൊരു സ്റ്റെപ്പ് എടുക്കും, എടുക്കുന്നില്ല. അടുത്ത സ്റ്റെപ്പ് ഞാൻ ചെയ്യാൻ പോകുന്നത് നോക്കണം, ഈ ബി ക്യൂ വൈ നെഗറ്റീവ് മാറ്റി ബി ക്യൂ വൈ നമ്മുടെ ആക്സിലുണ്ട്, സി ആർ എസ് നമ്മുടെ ആക്സിലുണ്ട്. ഇനി ഇവിടെ നമുക്ക് എന്ത് വേണം, എ വരണം, ബി വരണം, എക്സ് വരണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കാരണം ഇതിൻ്റെ കൂടെ ഇതും കൂട്ടുകയാണെങ്കിൽ ഇത് ക്യാൻസൽ ആവും, ഇതിൻ്റെ കൂടെ ഇതും കൂട്ടുകയാണെങ്കിൽ ക്യൂവും ക്യാൻസൽ ആവും, ആറും ക്യാൻസൽ ആവും. ഇതിൻ്റെ കൂടെ ഇതും കൂട്ടപ്പോഴത്തേക്ക് വൈയും വൈ ക്യാൻസൽ, ഇസഡ് ക്യാൻസൽ. ഒരുപക്ഷെ ഇതിൽ നിന്ന് നെഗറ്റീവ് പുറത്തെടുത്തു, ഇതിന് നെഗറ്റീവ് പുറത്തെടുത്തു, നെഗറ്റീവ് പോസിറ്റീവ്. പിന്നെ അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഇതിന് കുറച്ചാൽ ഇതിന് ഇതും കുറയും, ബി സിയും സി ക്യാൻസൽ ആവും. ഇതിൽ നിന്ന് ഇതും കുറയ്ക്കുമ്പോഴത്തേക്ക് ക്യൂവും ആറും ക്യാൻസൽ ആവും. അങ്ങനെയും ചിന്തിക്കാം. ഞാൻ ചെയ്യുന്ന അടുത്ത സ്റ്റെപ്പ് ചെയ്തിട്ടുള്ളൂ. R1 പകരം R1 ഇംപ്ലൈസ് R1 പ്ലസ് R2 പ്ലസ് R2. ഫസ്റ്റ് റോയ്ക്ക് പകരം ഫസ്റ്റ് റോയുടെ സെക്കൻഡ് റോയിൽ തേർഡ് റോയിൽ കൂട്ടി. അങ്ങനെ കൂട്ടുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ നമുക്ക് ഇത് കാണാൻ കഴിയും. ഓക്കെയാണ്, 2 ഇൻറ്റു ശരിയല്ലേ, 2 ഇൻറ്റു ഇതിൻ്റെ കൂടെ ഇത് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ബിയും മൈനസ് ബിയും ക്യാൻസൽ, സിയും മൈനസ് സിയും ക്യാൻസൽ ആയി. സെയിം സ്റ്റേറ്റ് തന്നെ ഇത് കൂട്ടുമ്പോഴത്തേക്ക് ബി, അടുത്തത് ഇത് കൂട്ടുമ്പോഴത്തേക്ക് ഇത് ക്യാൻസൽ, ഇത് ക്യാൻസൽ ഫിക്സ്. ഇനി സെക്കൻഡ് റോയിൽ നമുക്ക് പറയാം ബി മൈനസ് ക്യൂ മൈനസ് വൈ മൈനസ് സി മൈനസ് ആർ മൈനസ് ഡെൽ. ഇനി വേണമെങ്കിൽ ചിന്തിക്കേണ്ട, സെക്കൻഡ് റോയിൽ നിന്ന് ഒരു നെഗറ്റീവ് കോമൺ എടുത്തു, നെഗറ്റീവ് കോമൺ എടുക്കുന്നത് നമുക്ക് മൈനസും കോമൺ എടുത്തു, തേർഡ് റോയിൽ മൈനസും കോമൺ എടുത്തു. അപ്പോൾ 2 ഇൻറ്റു -1 ഇൻറ്റു -1 ഇൻറ്റു ഡിറ്റർമിനന്റ് എ പി എക്സ് ബി ക്യൂ വൈ സി ആർ ഇസഡ്. അടുത്ത സ്റ്റെപ്പിൽ ഈ മൈനസ് പ്ലസ് ആയി 2 ഇൻറ്റു. അപ്പോൾ അവർക്ക് സംശയം ഉണ്ടാവും, മൊത്തത്തിൽ നെഗറ്റീവ് ഇല്ല, എങ്ങനെ നെഗറ്റീവ് എടുക്കും? ഏതെങ്കിലും ഒരു റോയിൽ കോളത്തിലോ മതി, ഒരു റോയിൽ മതി. അതായത് സെക്കൻഡ് റോയിൽ എല്ലാം മൈനസ് ഉണ്ട്, ആ മൈനസ് ഉണ്ട്. തേർഡ് റോയിൽ ആ മൈനസ് ഉണ്ട്. അത് നമ്മൾ പ്രോപ്പർട്ടി പഠിച്ചതാണ്. ഇതിൽ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഇതെല്ലാം നമ്മളിപ്പോൾ കഴിഞ്ഞു. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ എഡിറ്റബിൾസുമായി ബന്ധപ്പെട്ട ഏരിയ, ട്രയാങ്കിൾ ഏരിയ കണ്ടുപിടിക്കുന്നതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ ആ ഫോർമുലയോട് പറഞ്ഞിട്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്തത് നമ്മൾ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ. ഏരിയ ഓഫ് എ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ഈ ട്രയാങ്കിൾ ഏരിയ കണ്ടുപിടിക്കാൻ നമ്മൾ ഒരുപാട് ഫോർമുലാസ് പഠിച്ചിട്ടുണ്ട്. ഡിറ്റർമിനൻസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കണ്ടു. ഒരു തവണ വേറെ ഒരു ചോദ്യം ചോദിക്കാതെ ഈ ഏരിയ എന്ന് ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത് ഡിറ്റർമിനൻസ് കേസ്. അപ്പോൾ ഒരു ട്രയാങ്കിൾ ഇതാണ് അവിടെ പറഞ്ഞത്. അപ്പോൾ എ ഓഫ് x1 y1 z1, b ഓഫ് x2 y2 x1 y1 is a right, z1 x2 y2 z2, c of x3 y3 z3. ഇത് 3 ഡയമെൻഷണൽ കേസാണ്. നമുക്ക് നമ്മൾ 2 ഡയമെൻഷണൽ കേസ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ x1 y1 എന്ന് വരും, ഇവിടെ നമുക്ക് x2 y2 എന്ന് വരും, അടുത്ത നമുക്ക് x3 y3. ക്ലിയർ ആയല്ലോ? x3 y3 ഒരു ട്രയാങ്കിളിലെ 3 വെർട്ടിസസ്. ഇത് 2 ഡയമെൻഷണൽ കേസ്. 3 ഡയമെൻഷണൽ കേസ് വരുമ്പോൾ x1 y1 z1 ചിന്തിക്കണ്ട, 2 ഡയമെൻഷൻ ചിന്തിക്കാം. അപ്പോൾ ഇത് x1 y1 x2 y2 x3 y3. അപ്പോൾ ട്രയാങ്കിൾ ഏരിയ കണ്ടുപിടിക്കാൻ നമുക്കറിയാം. ട്രയാങ്കിൾ ഏരിയ, ആ ഏരിയ നമുക്ക് ഡെൽറ്റ എന്ന് കോൾ ചെയ്യാം. ഇത്രയുള്ള ഫോർമുല. ഹാഫ് ഇൻറ്റു ഡിറ്റർമിനന്റ് x1 y1 1 x2 y2 1 x3 y3 1. ഇത്രയുള്ള ഫോർമുല. ഇതാണ് ട്രയാങ്കിൾ ഏരിയ. ഇതിലെ ബാലൻസ് കാര്യം അടുത്ത ക്ലാസ്സിൽ.